അവിടുന്ന് നമുക്ക് കാണാം. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം തന്റെ വീട്ടിൽ നിന്ന് കടന്നു പോകുമ്പോൾ, മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ യാത്ര ആവശ്യത്തിന് വേണ്ടി താൻ ഉപയോഗിച്ചിരുന്നൊരു കഴുതയുണ്ടായിരുന്നു. ആ കഴുതയെ തന്റെ കയ്യിലേന്തിക്കൊണ്ട് ഇങ്ങനെ യാത്ര തുടരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, കുറച്ചങ്ങ് ചെന്നപ്പോഴാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുന്നു. ഒരു അറാബിയായ മനുഷ്യൻ. ആ അറാബിയായ മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുമ്പോൾ അറാബിയായ മനുഷ്യനോട് അവിടുന്ന് ചോദിക്കുന്നു, നിങ്ങൾ ഇന്നാലിന്ന വ്യക്തിയുടെ മകനല്ലേ? നിങ്ങളുടെ ബാപ്പയുടെ പേര് ഇന്നാലിന്നതല്ലേ? അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇതെന്ന് പറയുമ്പോ അറാബിയായ മനുഷ്യൻ അവിടുന്ന് പറയുന്നു, തങ്ങളെ, അതെ, ആ മനുഷ്യന്റെ മകന് തന്നെയാണ് ഞാനെന്ന് പറയുമ്പോൾ അല്ലാഹുവേ, മഹാനായ ഇബ്നു ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം കടന്നു വരികയാണ്, വല്ലാത്ത ആനന്ദമാവുകയാണ്. അവിടുന്ന് എന്തോ ലഭിച്ചതുപോലെ വല്ലാത്ത സന്തോഷത്തിലേക്ക് കടന്നു പോവുകയാണ്. റബ്ബേ, എന്തെന്നില്ലാത്ത വലിയൊരു ആവേശം കടന്നു വന്നതുപോലെ അവിടുന്ന് എന്ത് ചെയ്തെന്നറിയോ? അവിടെ നിന്ന് എന്ത് ചെയ്തെന്നറിയോ? തന്റെ കയ്യിലുണ്ടായിരുന്ന കഴുതയുണ്ടല്ലോ, ആ മനുഷ്യനക്ക് കൊടുത്തിട്ട് പറയുന്നു, നിങ്ങൾ നടന്നിട്ട് സഞ്ചരിക്കല്ലേ, നിങ്ങൾ നടന്നിട്ട് പോകല്ലേ, ഈ കഴുതപ്പുറത്ത് കയറിയിട്ട് നിങ്ങൾ പോകണേ, നിങ്ങൾ നടക്കാൻ പാടില്ല. അല്ലാഹുവേ, ഇതങ്ങ് പറയുമ്പോ ആ മനുഷ്യനിങ്ങനെ വല്ലാതെ അന്തം വിട്ടു നിൽക്കുകയാണല്ലോ, വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുകയാണല്ലോ. വീണ്ടും അവിടുന്ന് തന്റെ തലയിലിരിക്കുന്ന തലപ്പാവുണ്ടായിരുന്നു. റബ്ബേ, വെയിൽ കൊള്ളുന്ന സമയത്ത്, വല്ലാത്ത വെയിലടിക്കുന്ന സമയത്ത്, റബ്ബേ, മരുഭൂമിയാണല്ലോ, വല്ലാത്ത ചൂടാണല്ലോ. നമ്മളൊക്കെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തവരാണല്ലോ. ആ മരുഭൂമിയുടെ ചൂട് നമുക്കറിയാമല്ലോ, എത്രത്തോളമാണെന്ന് നമുക്കറിയാമല്ലോ. ആ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോ തലയിൽ വെക്കുന്നൊരു തലപ്പാവുണ്ടായിരുന്നല്ലോ, ഒരു തൊപ്പി ഉണ്ടായിരുന്നല്ലോ. ചൂടിൽ നിന്ന് ക്ഷമിക്കാൻ ആ ചുട്ടുപൊള്ളുന്ന മണൽത്തരിയിൽ നിന്ന് റബ്ബേ അതിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ, തലക്ക് മുകളിൽ കത്തിച്ചെടുക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യന്റെ ചൂടൊന്ന് ക്ഷമിക്കാൻ തലയിലിടുന്നൊരു തൊപ്പി ഉണ്ടായിരുന്നു. ആ തൊപ്പി അവിടുന്ന് എടുത്തിട്ട് മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ ഈ തൊപ്പി ധരിച്ചിട്ട് നിങ്ങൾ പോകണേ, ഈ കഴുതപ്പുറത്ത് നിങ്ങൾ യാത്ര ചെയ്യണേ. റബ്ബേ, ആ മനുഷ്യന് വല്ലാത്ത സന്തോഷത്തോടു കൂടി കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നുപോയി. റബ്ബേ, ഈ മനുഷ്യനെ കടന്നു പോയപ്പോൾ അല്ലാഹ് കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് അവിടെ നിന്ന് ചോദിക്കുകയാണ്, തങ്ങളെ, കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിക്കുന്നു, തങ്ങളെ, എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണമെന്ന് പറയുവോ? ഇനി എങ്ങനെയാ നിങ്ങൾ സഞ്ചരിക്കുക? നിങ്ങളുടെ കയ്യിൽ യാത്രയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന കഴുതയുണ്ടല്ലോ, അത് നിങ്ങൾ ദാനം കൊടുത്തല്ലോ, മറ്റൊരാൾക്ക് നിങ്ങൾ കൊടുത്തല്ലോ. ഈ നിങ്ങളുടെ തലയിലുണ്ടായിരുന്ന ചൂട് ക്ഷമിക്കാനുള്ള തൊപ്പിയുണ്ടല്ലോ, അത് നിങ്ങൾ മറ്റുള്ളവന് കൊടുത്തല്ലോ. ഇനി എങ്ങനെയാ നിങ്ങൾ യാത്ര ചെയ്യുക? ഇനി എങ്ങനെയാ നിങ്ങൾ യാത്ര ചെയ്യുക? റബ്ബേ, ഇതങ്ങ് ചോദിക്കുമ്പോ മഹാനായ തങ്ങളവിടുന്ന് പറയുകയാണ്, മഹാനായ തങ്ങളവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ, അവിടെ നിന്ന് പറയുകയാണ്, ആ മനുഷ്യൻ ആരെന്നറിയോ? ആ മനുഷ്യൻ ആരാണെന്നറിയോ? അത് എന്റെ പിതാവിന്റെ കൂട്ടുകാരനാണല്ലോ, അത് എന്റെ പിതാവിന്റെ കൂട്ടുകാരനാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, നിങ്ങളുടെ വാപ്പ മരിച്ച, നിങ്ങളുടെ ഉമ്മ മരിച്ച, അവിടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അല്ലാഹുവേ, അവരുടെ കൂട്ടുകാരാകാ, അവരുടെ കുടുംബക്കാരാകാ, അവരുടെ അയൽവാസികളാകാ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണേ എന്ന് അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വാപ്പാന്റെ കൂട്ടുകാരെ കണ്ടാൽ, നമ്മുടെ ഉമ്മാന്റെ കൂട്ടുകാരികളെ കണ്ടാൽ അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണേ, അവർക്ക് നിങ്ങൾ
നിങ്ങൾ നന്മ ചെയ്യണേ. ഇതും നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന നന്മയാ. എന്നിട്ട് അവിടെ നിന്ന് മഹാനായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഇന്ന അബാഹുകാന സദീഖിൻ ഉമറ, എന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, ആ പിതാവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ പിതാവ്. എന്റെ പിതാവിന്റെ കൂട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ പിതാവെന്ന് അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു ഉമർ തങ്ങള് എന്നിട്ട് ചുട്ടുപഴുത്ത മണൽ തരികളിലൂടെ അല്ലാഹുവേ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താപമേറ്റിട്ട് അല്ലാഹുവിടെ കടന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. എന്തേ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യമെന്നറിയോ? എന്തേ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യമെന്ന് ആലോചിച്ചു നോക്ക്. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് നാളെ പടച്ചിറപ്പ് പ്രതിഫലം കൊടുക്കുമെന്ന് അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രതിഫലം വാപ്പാക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാ അള്ളാഹ് പടച്ചിറപ്പ്. അത് ഉമ്മയും ബാപ്പയും ഹയാത്തിലുള്ള സമയമായിക്കോട്ടെ, മരണപ്പെട്ടു പോയ സമയമായിക്കോട്ടെ, വാപ്പാന്റെ കൂട്ടുകാരെ കണ്ട, വാപ്പാന്റെ കുടുംബക്കാരെ കണ്ട, ഉമ്മാന്റെ കുടുംബക്കാരെ കണ്ട, ഉമ്മാന്റെ കൂട്ടുകാരികളെ കണ്ട, അവരൊന്ന് കൈപിടിക്കാൻ, അവരോടൊന്ന് സലാം പറയാൻ, അവരോടൊന്ന് നല്ലത് പറയാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ മനസ്സ് കാണിക്കണല്ലോ, നമ്മൾ മനസ്സ് കാണിക്കണല്ലോ. അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, റബ്ബേ, ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന പ്രവണത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആര് തന്നെ കടന്നു വന്നാലും നമ്മുടെയൊക്കെ മക്കളുണ്ടല്ലോ, നമ്മുടെയൊക്കെ മക്കളുണ്ടല്ലോ, ആ റബ്ബേ കാലൊന്ന് പൊന്തിച്ചിങ്ങനെ കയറ്റി വെച്ചിട്ടിരിക്കുകയാ. അല്ലാഹുവേ, ആ ഇരിക്കുന്നിടത്തുനിന്ന് എണീക്കാനോ അവരെ കാലൊന്ന് താഴ്ത്തി വെക്കാൻ വരെ അതബ് കാണിക്കുന്നില്ലല്ലോ. അല്ലാഹുവേ, ഇത്രത്തോളം നമ്മുടെ സമൂഹം ഇങ്ങനെ വല്ലാതെ ഒരു ലോകത്തേക്ക് കടന്നു പോകുമ്പോ പഠിപ്പിക്കണം ഉമ്മ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തെന്നറിയോ? ഉമ്മയെ സ്നേഹിക്കാൻ, പാപ്പയെ സ്നേഹിക്കാൻ, പാപ്പാന്റെയും ഉമ്മാന്റെയും കൂട്ടുകാരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരോട് നല്ലത് പറയാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണല്ലോ, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണല്ലോ. നമ്മൾ നല്ലത് പഠിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ മക്കൾക്ക് അത് ലഭിക്കുമെന്ന് 100% ഉറപ്പാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ, അല്ലാഹുവേ, നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന നമ്മുടെ വാപ്പാന്റെയും ഉമ്മാന്റെയും കൂട്ടുകാർ, അത് നമ്മുടെ വാപ്പയും ഉമ്മയും എത്രത്തോളം അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അവരുടെ കുടുംബക്കാർ, അവരുടെ സഹോദര സഹോദരിമാർ, അവരെ എത്രത്തോളം നമ്മുടെ വാപ്പയും ഉമ്മയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതുപോലെ നമ്മളും ഇഷ്ടപ്പെടണേ, അതുപോലെ നമ്മളും ഇഷ്ടപ്പെടണേ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിന് വലിയ പ്രതിഫലമുണ്ട് സ്വഹാബാ. ആ നന്മ നമ്മുടെ മാതാപിതാക്കളിലേക്ക് കാണിക്കുമല്ലോ, ആ നന്മ നമ്മുടെ മാതാപിതാക്കളിലേക്ക് കാണിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയോരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വഴിയോരത്തിലൂടെ നടന്നു പോകുമ്പോ താൻ സഞ്ചരിക്കുന്ന കഴുതയുണ്ട്, തലയിൽ വെയിൽ കൊള്ളാതിരിക്കാനുള്ള ഒരു തലപ്പാവുണ്ട്. ഈ തലപ്പാവും ധരിച്ചിട്ട് ഒരു മരുഭൂമിയിലൂടെ കടന്നു പോകുക. വല്ലാത്ത ചൂടാണ്. അല്ലാഹു, ഒരുപാട് യാത്ര, ലോങ് യാത്രയാണ്, ദൂരത്തേക്ക് യാത്ര ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ യാത്ര നടത്തുന്ന വേളയിൽ മഹാനായ തങ്ങൾ എന്താ ചെയ്തത്? തന്റെ കയ്യിൽ കിടക്കുന്ന കഴുതയെടുത്തിട്ട് വാപ്പാന്റെ കൂട്ടുകാരന്റെ മകനെ കണ്ടപ്പോ കൊടുത്തു. അല്ലെ? വാപ്പാന്റെ കൂട്ടുകാരന്റെ ഒരു മകനെ കണ്ടപ്പോ അവനിക്ക് കൊടുത്തു. അതെന്തുകൊണ്ടാ? വാപ്പാന്റെ കൂട്ടുകാരനോടുള്ള സ്നേഹം, വാപ്പയോടുള്ള സ്നേഹമാ, വാപ്പയോടുള്ള സ്നേഹമാ. എന്റെ പ്രിയമുള്ളവരെ, അതാണ് നമ്മൾ ആ തലയിലിരിക്കുന്ന തലപ്പാവും എടുത്തിട്ട് അവന്റെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നീ കടന്നു പോയിക്കോ, അല്ലെ? ഇതുകൊണ്ട് നീ പോയിക്കോ. ആ മനുഷ്യൻ സന്തോഷത്തോടെ പോയി. എന്ത് കൊടുത്തത്? എന്തിനു വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്? എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് പറയാ, മറ്റുള്ളവർ ചോദിക്കാൻ, എന്തിനാ തങ്ങളെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അവിടുന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട വാപ്പ ഈ മനുഷ്യന്റെ പിതാവിനോട് വല്ലാത്ത സ്നേഹമുള്ളവരായിരുന്നു.
ഒന്നാലോചിച്ചൊക്കെ നിങ്ങൾ ആ ഒരു സ്നേഹബന്ധം നിലനിർത്തി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവിടെ നന്മ ചെയ്തു. പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് കൊണ്ട് റബ്ബേ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് പല മക്കളും വാപ്പാനോടും മുണ്ടൂല, ഉമ്മാനോടും മുണ്ടൂല, ഉമ്മയും ബാപ്പയും പറഞ്ഞത് കേൾക്കൂല. സ്വന്തം ജീവിതത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതത്തിൻ്റെ മേഖലകളെ കഴിച്ചു കൂട്ടുന്ന എത്ര മക്കളെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? എത്ര മക്കളെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മാതാപിതാക്കൾ പറയുന്ന വഴികളിലൂടെ അവർ സഞ്ചരിക്കാറില്ല. പടച്ചറബ്, എത്ര ഉമ്മമാരാ സങ്കടം പറയാറെന്നറിയോ? ഉസ്താദേ, എൻ്റെ മകൻ ഒന്നും വേണ്ട, എൻ്റെ മകൻ ഞാൻ പറയുന്നെന്ന് കേട്ടാൽ മതി ഉസ്താദേ, അല്ലെങ്കിൽ അവൻ എന്നോടൊന്ന് സലാം പറഞ്ഞാൽ മതി, അവൻ എന്നോടൊന്ന് മിണ്ടിയാൽ മതി, ഉസ്താദ് ദുആ ചെയ്യണം എന്ന് സങ്കടത്തോടെ പറയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. പടച്ചറബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ, അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ, നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നമ്മൾ നന്മ ചെയ്യുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് പടച്ചുറപ്പ് നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും നമ്മൾ നന്മ ചെയ്ത പടച്ചുറപ്പ് നമുക്ക് നൽകുന്ന നന്മകൾ നമുക്കൊന്ന് ചർച്ച നടത്താം. അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ, ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. പടച്ചുറബേ, ഒന്നാമതായിട്ട് പറയട്ടെയോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ, ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭക്ഷണത്തിൽ അല്ലാഹു നമുക്ക് വിശാലത തരുമല്ലോ, നമ്മുടെ ആയുസ്സിന് അല്ലാഹു ബറക്കത്ത് തരുമല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട കാര്യമാ, നമ്മൾ പറയാറുണ്ടല്ലോ, ഉസ്താദേ ജോലിയില്ല ഉസ്താദേ, റബ്ബേ വല്ലാത്ത പ്രയാസത്തിലാണ്, കുടുംബത്തിലെപ്പോഴും പ്രശ്നമാണ് ഉസ്താദ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ജീവിതം അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് ഉസ്താദ്. എന്തെന്നറിയുന്നില്ല, ഒരർത്ഥമില്ലാത്തതുപോലെ കടന്നു പോവുകയാണ്. വല്ലാത്ത പ്രയാസമാണെന്ന് പറയുന്ന വാപ്പാ, വല്ലാത്ത പ്രയാസമാണെന്ന് പറയുന്ന ഉമ്മ, ഒരു നിമിഷത്തേക്കൊന്ന് ചിന്തിക്കണേ. നിന്റെ വീട്ടിന്റെ ഉള്ളറയിൽ പാവപ്പെട്ട ഉമ്മയും ബാപ്പയും കിടപ്പുണ്ടോ? അല്ലാഹുവേ, പ്രായമായ ഉമ്മയും ബാപ്പയുമുണ്ടോ? എങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണേ, എങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണേ. ആ പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്താൽ അവരെ സ്നേഹിക്കടാ, അവരെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിലോ അല്ലാഹുവേ ഒരുപാട് അംഗീകാരങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ, അവരനുസരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭക്ഷണത്തിൽ വിശാലത തരുമല്ലോ എന്ന് പറഞ്ഞ ആ ജോലിക്ക് നമുക്ക് പ്രയാസമില്ല. നമ്മുടെ മുമ്പിൽ ജോലിയിലെ തടസ്സങ്ങളില്ല. നമ്മുടെ ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് തരുമല്ലോ. അല്ലാഹുവേ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ, പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എന്ത് തന്നെ കരങ്ങൾ ഉയർത്തിയാൽ, എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കരങ്ങൾ ഉയർത്തിയാൽ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടുന്നതല്ല. അല്ലാഹ് നമ്മുടെ ദുആകൾക്ക് ഇജാബത്ത് നൽകുമല്ലോ. അല്ലാഹു നമ്മുടെ ദുആ തട്ടുകയില്ലല്ലോ. അല്ലാഹുവേ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഉസ്താദേ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല, ബാപ്പാനെ വെറുപ്പിക്കാറുണ്ടോ? ഉമ്മയോടുള്ള സ്നേഹം നിങ്ങൾക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ? പാപ്പാൻ അനുസരിക്കാതെ നടക്കുന്നുണ്ടോ? എന്നാലുണ്ടല്ലോ, അല്ലാഹുവേ, നമ്മൾ എത്ര ദുആ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പടച്ച റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കുന്നതല്ല, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നതല്ല. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും നമ്മൾ നന്മ ചെയ്യുമ്പോൾ, നമ്മുടെ
പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ നന്മ ചെയ്യുമ്പോൾ ആ നന്മ പോലെ റബ്ബേ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, അവർ നമുക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുകയാ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ നന്മകൾ കൊടുക്കുമ്പോ, അവർക്ക് നല്ല സ്നേഹം കൊടുക്കുമ്പോ, അവർക്ക് ഒരുപാട് നമ്മുടെ കഴിയുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ, റബ്ബേ അവർക്ക് വേണ്ടിയിട്ട് പരിചരണം നടത്തുമ്പോ, എങ്ങനെയാണോ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നോക്കിയത്, അതുപോലെ നിങ്ങളുടെ മക്കളുണ്ടല്ലോ നിങ്ങളെയും സംരക്ഷിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. മഹാനായ സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ അവിടെ നിന്ന് പറയുകയാ, ഒരു ദിവസം ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ റബ്ബേ ഒരു ചെറുപ്പക്കാരന് ഒരു വൃദ്ധയായ ഒരു പിതാവിനെ എടുത്തിട്ട് അടിക്കുകയാണ്. അല്ലാഹ് ഒരു പാറക്കെട്ടിന്റെ ഭാഗത്ത് കൊടുന്നിട്ട് വല്ലാതെ അടിക്കുകയാ. റബ്ബേ തങ്ങൾക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഒരു പാവപ്പെട്ട വൃദ്ധനായ മനുഷ്യനാണല്ലോ. അല്ലാഹുവേ അവിടുന്ന് പറയുകയാ, ഇത് നിന്റെ പിതാവല്ലടാ, എന്തിനാ നീ ഇങ്ങനെ അടിക്കുന്നത്, എന്തിനാ ഈ മനുഷ്യനെ നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, തങ്ങളെ ഈ പിതാവ് അവിടെ നിന്ന് പറയുകയാ, തങ്ങളെ അവനെ ചീത്ത പറയല്ലേ, ഇത് എനിക്ക് ലഭിക്കേണ്ട ശിക്ഷയാ. കാരണം എന്തെന്നറിയോ, എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് എന്റെ പ്രിയപ്പെട്ട പിതാവിനെ കൊടുന്നിട്ടോ ഇവിടെ വെച്ചിട്ട് ഞാൻ അടിച്ചിട്ടുണ്ടല്ലോ, അതിനെന്റെ പടച്ചുറപ്പ് എനിക്ക് തന്ന ശിക്ഷയാ, എന്നവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിച്ച നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ആ മക്കളെ നമുക്ക് വേണ്ടിയിട്ട് അല്ലാഹു സംരക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കുകയാ. ഇത് എങ്ങനെയാ നമുക്ക് ലഭിച്ചത്? റബ്ബേ, നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പില് വാപ്പാ നന്മയോടെ നിൽക്കാൻ നമുക്കൊന്ന് കഴിഞ്ഞാൽ, അല്ലാഹുവേ പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും നമ്മുടെ മുമ്പിൽ നമുക്ക് രോഗം വരുമ്പോ, നമ്മൾ കിടപ്പിലാകുമ്പോ, നമ്മുടെ വിഷമങ്ങൾക്കും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, പുന്നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമതായിട്ട് അവിടുന്ന് പഠിപ്പിക്കുക, നിന്റെ ഭക്ഷണത്തിൽ, നിന്റെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് തരും. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തില്ല ഉസ്താദേ, ആയുസ്സിൽ ബറക്കത്തില്ല ഉസ്താദേ. എന്തേ കാരണം? എടാ, നിന്റെ പ്രിയപ്പെട്ട നിന്റെ വീട്ടിനകത്ത് നിന്റെ ഉമ്മയും ബാപ്പയും പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് നീ അന്വേഷിക്കണം. നീ ഒരു നേരത്തേക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാതെ നീ അവരെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് നീ ഒന്നറിയണം. അതൊന്നറിയേ, എന്നാ നിന്റെ ജീവിതത്തിൽ നിനക്ക് ജോലിയിലും നിന്റെ ആയുസ്സിലും അല്ലാഹു ബറക്കത്ത് തരും. രണ്ടാമത് പറഞ്ഞു, നീ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല, നിന്റെ പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്ത നിന്റെ ദുആ പടച്ചോൻ സ്വീകരിക്കും, അല്ലാതെ നീ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല. മൂന്നാമതായിട്ട് അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക, നിന്റെ ജീവിതത്തിൽ നീ എങ്ങനെയാണോ നിന്റെ മാതാപിതാക്കളോട് നീ പെരുമാറുന്നത്, അതുപോലെയായിരിക്കും എന്റെ പ്രിയമുള്ളവരെ നിന്റെ പ്രിയപ്പെട്ട വാപ്പ, നിന്റെ മക്കൾ നിന്നോട് പെരുമാറുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പാരോടും ഉമ്മാനോടും നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളും അത് കണ്ടിട്ടാ പഠിക്കുന്നത്. നമ്മുടെ മക്കള് അത് കണ്ടിട്ടാ പഠിക്കുന്നത്. നമ്മുടെ മക്കള് നമ്മൾ എങ്ങനെയാണോ അതുപോലെ ഉണ്ടാകും നമ്മുടെ മക്കൾ.
നമ്മുടെ മുമ്പിലേക്ക് അവർ നന്മയോട് കൂടിയിട്ട് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണം. നമ്മൾ എപ്പോഴും പറയും, ഉസ്താദ് എൻ്റെ മോൻ നന്നാകുന്നില്ല, ഞാൻ പറയുന്ന അനുസരിക്കുന്നില്ല, അല്ലെ? നമ്മൾ പരാതി പറയാറുണ്ട്. എത്രയോ വാപ്പന്മാര് പരാതി പറയും. പക്ഷെ ആ വാപ്പാന്റെയും ഉമ്മാന്റെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ നന്മകൾ കാണാറില്ല. അവരുടെ സംസാരത്തിലോ അവരുടെ സ്വരങ്ങളിലോ അവരുടെ പ്രവർത്തനങ്ങളിലോ നന്മകളില്ല. പിന്നെ എങ്ങനെയാ നമ്മുടെ മക്കൾ നന്നാവുക? അവരുടെ മക്കൾ പിന്നെ എങ്ങനെ നന്നാകും? നമ്മൾ ആദ്യം നന്നാകേണ്ടത് നമ്മളാ. നമ്മൾ നന്നാകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളും നന്നാകും, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ വുളൂ ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ തഹൂറായ വെള്ളം കൊണ്ട് വുളൂ ചെയ്യണം. എന്താ തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ അത് സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുണ്ട്. വുളൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ അതൊരു ശുദ്ധിയാകലല്ലേ? എന്നാലോ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്, നിന്റെ ജീവിതത്തിൽ ആ വുളൂ ശരിയാവണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ അത് തഹൂറായ വെള്ളം കൊണ്ടായിരിക്കണം. ആ തഹൂറായ വെള്ളം സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുണ്ട്. എന്ന പോലെയാ നമ്മുടെ മക്കള് നമ്മൾ പറയുന്നത് കേൾക്കണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവർ ആദ്യം നന്നാകേണ്ടത് അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും പഴയ കാലത്തൊക്കെ കേട്ടിരുന്ന ഒരു കഥയുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, ഒരു ബാപ്പ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു. എന്നും അദ്ദേഹത്തിന് ചെറിയൊരു പാത്രത്തിൽ, ഒരു ചിരട്ട പോലത്തെ ഒരു പാത്രത്തിലായിരുന്നു ഇത്ര ഭക്ഷണം കൊടുത്തിരുന്നത്. ആ ബാപ്പാനെ ഒരു പ്രത്യേക റൂമിലായിരുന്നു ഇത്ര ഇട്ടിരുന്നത്. തന്റെ ബിസിനസിന്റെയും എല്ലാ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആളുകൾ ഇങ്ങനെ കടന്നു വരുമ്പോ ഈ വൃദ്ധയായ ഈ പിതാവ് നിൽക്കുന്നത് കാണുമ്പോ, അവിടുന്ന് സംസാരിക്കുന്നത് കാണുമ്പോ ഈ മകന് വല്ലാത്ത വിഷമമാ. കാരണം ചുക്കുചെളിഞ്ഞ ശരീരമാണ്, ശരീരത്തിന് സൗന്ദര്യമില്ല, പടച്ചുറബെ സംസാരത്തിന് സൗന്ദര്യമില്ല, വായിലൂടെ ഇംഗ്ലീഷുകളൊന്നും കടന്നു വരുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടവാ, വല്ലാത്ത വിഷമവാ. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മകൻ വാപ്പാനെ പ്രത്യേകമായിട്ട് റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക റൂമിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. ആ അടച്ചിട്ട റൂമിലാണ് ഈ വാപ്പ ഇരിക്കുക. പടച്ചോനെ, ഒരു വല്ലാത്ത പോലെ ആ സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം മുസൈക്കിട്ട വീട്ടിലേക്കൊന്നും ഈ പ്രിയപ്പെട്ട പിതാവിനെ അടുപ്പിക്കാറില്ല. ഈ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ മാത്രമേ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാറുള്ളൂ. പിന്നീട് അദ്ദേഹം മരിക്കുന്ന സമയത്ത് പടച്ചുറബെ ആ പാത്രം ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ മകന്റെ പൊന്നുമോൻ കടന്നു വന്നിട്ട് ഈ വാപ്പാന്റെ അടുത്തേക്ക് വന്നിട്ട് പറയണ, വാപ്പ അത് നശിപ്പിക്കല്ലേ, എന്തെന്ന് ചോദിക്കുമ്പോ ഈ കുട്ടി പറയാണ്, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ അച്ഛന് പ്രായമായപ്പോൾ ഇതിലല്ലേ ഭക്ഷണം കൊടുത്തത്? നിങ്ങളുടെ പിതാവിന് ഇതിലല്ലേ ഭക്ഷണം കൊടുത്തത്? നാളെ നിങ്ങളും ഇതുപോലെ കിടക്കുമ്പോ ഇതിൽ നിങ്ങൾക്കും ഭക്ഷണം തരണ്ടേ? അതുകൊണ്ട് ഇത് കളയണ്ട. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്നും പറയുന്നുണ്ട്, ഈ പിതാവ് അവിടെ നിന്ന് വല്ലാതെ തരിച്ചു പോയി. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നമ്മൾ പെരുമാറുന്നത്, അതുപോലെയാണ് നമ്മുടെ മക്കൾ നമ്മോട് പെരുമാറുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അള്ളാഹുവേ പടച്ച റബ്ബേ, അവിടെ നിന്ന് നാലാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത വാപ്പാ, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ. ആ തെറ്റുകളുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല മായിച്ചു തരുകയാ. നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങള് റബ്ബേ, കണ്ണുകൊണ്ട് കാണുന്നത് പാപമാ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് റബ്ബേ, ശരീരം കൊണ്ട് നടന്നു പോകുന്നതും പാപത്തിലേക്കാണ്. ഒരുപാട് തെറ്റുകളുടെ വഴിയോരങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മള് അല്ലാ അവസാനമുണ്ടല്ലോ. നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നീ ഒന്ന് സ്നേഹിച്ചാൽ, അവരോട് നല്ല രീതിയിൽ ഒന്ന് പെരുമാറിയാൽ, അവർക്ക് വേണ്ടിയിട്ട് നീ നന്മകൾ ചെയ്താൽ
എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിന്റെ എത്രയോ വലിയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നീ നിസ്കാരമില്ലാതെ നിസ്കരിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ്, അല്ലാഹുവേ തഹജ്ജുദ് നമസ്കാരത്തിന് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നവരാണ്. ഏത് സമയത്തും തസ്ബീഹ് മാല കയ്യിലുണ്ടാകുമല്ലോ, അല്ലാഹ് തസ്ബീഹ് ചൊല്ലിയിട്ട് നടക്കുന്നവനാ. 5 വഖത്തിനും തന്റെ നാട്ടിലെ പള്ളിയിൽ നിന്നും ബാങ്ക് വിളിച്ചാൽ റബ്ബേ പള്ളിയിലെ മിഹ്റാബിന്റെ തൊട്ടടുത്ത് ഇമാമിന്റെ തൊട്ടുമേക്കിൽ വന്നിട്ട് നമസ്കരിക്കുന്നവനാ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വാപ്പാ? തന്റെ പ്രിയപ്പെട്ട വാപ്പയോടും ഉമ്മയോടും നിനക്ക് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയില്ലെങ്കിലോ, അവരെ സംരക്ഷിക്കാൻ നിനക്ക് മടിയുണ്ടെങ്കിലോ, അവരെ സംരക്ഷിക്കാൻ നീ തയ്യാറായിട്ടില്ലെങ്കിലോ, നിന്റെ ജീവിതത്തിൽ നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ, നീ നോമ്പെടുത്തിട്ട് കാര്യമില്ലല്ലോ, ഏത് സൽക്കർമ്മം ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹുണ്ടല്ലോ പടച്ച റബ്ബ് അതൊന്നും സ്വീകരിക്കുന്നതല്ല. റബ്ബേ നീ എത്ര വലിയ തെറ്റ് ചെയ്യുന്നവനാകട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റിന്റെ വഴികളിലൂടെ കടന്നു പോയവനാ, പക്ഷേ നിന്റെ മാതാപിതാക്കളെ നീ വേണ്ടതുപോലെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഉമ്മാക്കൊരു വേദന വന്നാ, നിന്റെ വാപ്പാക്കൊരു വിഷമം വന്നാ, അത് നിന്റെ വേദന പോലെയാണ്, അത് നിന്റെ വിഷമം പോലെയാണ്. അങ്ങനെ ഏറ്റെടുത്തിട്ട് നീ പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നീ പെരുമാറിയാൽ, ഉമ്മയോടും ബാപ്പയോടുമുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട് നീ മുന്നോട്ട് കടന്നു വന്നാ, അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, നീ ചെയ്തു കൂട്ടിയ പാപക്കറകളുണ്ടല്ലോ, ആ പാപക്കറകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5-ാമതായിട്ട് അവിടുന്ന് പഠിപ്പിക്കുകയാ, നിന്നെ അല്ലാഹ് സ്വീകരിക്കണോ? എടാ, നിന്നെ അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമുണ്ടല്ലോ. നീ എവിടെ നോക്കണമെന്നറിയോ? നീ എവിടെ നോക്കണമെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെയും ഉമ്മാന്റെയും മുഖത്തൊന്ന് നോക്ക്, നിന്റെ ഉമ്മാന്റെയും ബാപ്പാന്റെയും മുഖത്തൊന്ന് നോക്ക്, അവിടുന്ന് നിനക്ക് മനസ്സിലാകുമല്ലോ. എടാ, നിന്നോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ റബ്ബേ വാത്സല്യത്തോടെ നിന്റെ വൃദ്ധരായ ഉമ്മയും ബാപ്പയും നിന്നോട് പെരുമാറുന്നുണ്ടെങ്കിൽ റബ്ബേ നീ ചെയ്തു കൊടുക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, അവർക്കത് തൃപ്തികരമാണെങ്കിൽ, എടാ അവര് മുഖത്ത് നോക്കിയാ നിനക്ക് മനസ്സിലാകുമല്ലോ, അല്ലാഹുണ്ടല്ലോ, ഏകനായ അല്ലാഹുണ്ടല്ലോ, ആ അല്ലാഹ് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിനക്ക് മനസ്സിലാകുമല്ലോ. എങ്ങനെയാണെന്നറിയോ? എടാ, ഉമ്മാന്റെ മുഖത്ത് നോക്കിയാ നിനക്കറിയാ നിന്നോടുള്ള വാത്സല്യം, നിന്നോടുള്ള സ്നേഹം. നീ എത്ര വലിയ പ്രായമെത്തി കഴിഞ്ഞാലും റബ്ബേ നിന്നോടുള്ള സംസാരമുണ്ടല്ലോ, അതിൽ നിന്നറിയണോ, അതിൽ നിന്ന് മനസ്സിലാകുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാനെയും ബാപ്പാനെയും വേദനിപ്പിച്ചാൽ അല്ലാഹുവേ പടച്ച റബ്ബേ, ദുനിയാവിൽ നമുക്ക് ആയുസ് അല്ലാഹു കുറച്ചു തരുമല്ലോ, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. ഒരുപാട് അല്ലാഹുവിന്റെ അദാബുകളെ കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുകയല്ലേ. അതുകൊണ്ട് വേണ്ട മോനെ, തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ വേദനിപ്പിക്കല്ലേ. നമുക്കൊരു പുതിയ വീട് വെക്കുമ്പോ റബ്ബേ, ആ വീട്ടിന്റെ ഉള്ളറയിലേക്കുണ്ടല്ലോ അല്ലാഹുവേ ഉമ്മയെ ബാപ്പയെ കയറ്റാത്ത എത്ര മക്കളുണ്ടെന്നറിയോ? ഭാര്യ പറയുകയാണ്, നിങ്ങളുടെ ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, ഇതിനകത്തേക്ക് ഉമ്മാനെ കൊണ്ടുവരല്ലേ. ഈ കാണുന്ന ടൈൽസ് ഉണ്ടല്ലോ, നമ്മളിട്ട മുസൈക്ക് ഉണ്ടല്ലോ,
ഈ അടിച്ച പെയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ അലങ്കാര വസ്തുക്കളുണ്ടല്ലോ, ഇതൊന്നും നിങ്ങളുടെ ഉമ്മാക്ക് പറഞ്ഞാ തിരിയില്ലല്ലോ, ഇതൊന്നും നിങ്ങളുടെ ഉമ്മാക്ക് പറഞ്ഞാ മനസ്സിലാകില്ലല്ലോ, അതുകൊണ്ട് അതെല്ലാം നശിപ്പിക്കുമല്ലോ. ഇവിടെയൊന്ന് നിങ്ങളുടെ വൃദ്ധരായ ഉമ്മ കാഷ്ടിച്ച, വാപ്പയൊന്ന് തുപ്പിയ, റബ്ബേ ഇവിടെ പിന്നെ അരിക്കല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് കടത്തിവിടല്ലേ എന്ന് പറയുന്ന എത്ര മരുമക്കളുണ്ടെന്നറിയോ? അതിനനുസരിച്ച് നിൽക്കുന്ന എത്രയോ ഭർത്താക്കന്മാർ. വേണ്ട ചെറുപ്പക്കാരാ, വേണ്ട ചെറുപ്പക്കാരാ, ഏകനായ അള്ളയുണ്ടല്ലോ, ആ അള്ള നിന്നോട് പൊറുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ പടച്ചറപ്പിന്റെ തൃപ്തിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എത്ര വലിയ കോട്ട കൊത്തളങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയാലും എടാ, അത് നിന്റെ ഉമ്മാന്റെ പ്രാർത്ഥനയാണെടാ, അത് നിന്റെ ബാപ്പാന്റെ പ്രാർത്ഥനയാണെടാ, അത് ഒരിക്കലും തന്നെ മറന്നു കളയില്ലേ റബ്ബേ. ആ ഉമ്മയെങ്ങാനും മരണപ്പെട്ടാൽ, ആ ഉമ്മാന്റെ പ്രാർത്ഥന എങ്ങാനും ഒന്ന് നിരച്ചു പോയാൽ, എടാ നിനക്ക് നിന്റെ ജീവിതത്തിൽ പരാജയം വന്ന് തുടങ്ങുമല്ലോ, നിന്റെ ജീവിതത്തിൽ നിനക്ക് പരാജയം വന്ന് തുടങ്ങുമല്ലോ. ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ റബ്ബേ എന്നെ വിദേശത്ത് നിന്ന് വിളിക്കുകയാ, എന്നിട്ട് പറയുന്നു, ഉസ്താദ് ഞാൻ നല്ലൊരു വീട് വെച്ചിട്ടുണ്ട്, ഞാൻ നല്ലൊരു വീട് വെച്ചിട്ടുണ്ട് റബ്ബേ, എന്റെ വീടിന് 25 ലക്ഷം രൂപയാ വിലയുള്ളത്, എന്റെ വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, എന്നെ ഞങ്ങൾ ഏകദേശം ഒരു 8-9 മക്കളുണ്ട്, ഞങ്ങളെ എല്ലാവരെയും വല്ലാതെ നോക്കി വളർത്തിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാ. ചെറുപ്പത്തിൽ വാപ്പ മരണപ്പെട്ടു, പിന്നീട് ഞങ്ങളെ നോക്കി വളർത്തിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാ. ആ ഉമ്മയുണ്ടല്ലോ ഇന്ന് വല്ലാത്ത രോഗിയാ ഉസ്താദ്, മക്കളെ പോലും തിരിച്ചറിയുന്നില്ല. സ്വന്തം മക്കള് കടന്നു വന്ന അവിടുന്ന് ചോദിക്കും, ഇതാരാണ്, ഇതാരാണെന്ന് ചോദിക്കുന്ന അവസ്ഥയാ ഉസ്താദ്. റബ്ബേ എന്റെ വീട്ടിനകത്തേക്ക് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ എനിക്കൊന്ന് കടത്തണം, എന്റെ പ്രിയപ്പെട്ട ഉമ്മാൻ എനിക്ക് കൊണ്ടുവരണം. ഉമ്മ തറവാട്ട് വീട്ടിലാണ്, അത് ചെറിയൊരു വീടാണ്. അല്ലാ, ഈ സുഖ സൗകര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയത് എന്നെ സ്നേഹിച്ച് വളർത്തിയ, എന്നെ താലോലിച്ച് വളർത്തിയ എന്റെ വിഷമങ്ങളെല്ലാം റബ്ബേ കണ്ണുപൂട്ടി കണ്ടിട്ട് റബ്ബേ അവിടുന്ന് സന്തോഷം മാത്രം ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു വെച്ച എത്രയോ വിഷമങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ച് റബ്ബേ ഞങ്ങളെ സന്തോഷത്തോടെ വളർത്തിയ ഞങ്ങളുടെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാന്റെ സന്തോഷമല്ലേ ഉസ്താദേ ഞങ്ങൾക്ക് വലുത്. ഞങ്ങളുടെ ബാപ്പ മരണപ്പെട്ടു പോയി, ആ ബാപ്പാക്ക് വേണ്ടിയിട്ട് ഉസ്താദ് ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാനോട് ആ പുതിയ വീട്ടിലേക്കൊന്ന് കടക്കാൻ പറയുമ്പോ ഉമ്മ പറയുന്നത്, ഞാൻ അങ്ങോട്ട് വരില്ല, ഞാൻ അങ്ങോട്ട് വരില്ലെന്നാണ്. ഉമ്മാക്ക് വല്ലാതെ ബുദ്ധിക്ക് വല്ലാത്ത വിഷമമാ ഉസ്താദ്, ഓർമ്മശക്തി കുറഞ്ഞു പോയിരിക്കുകയാ, അൽസമേഷ് എന്ന് പറയുന്ന രോഗം ബാധിച്ചിരിക്കുകയാ. അതുകൊണ്ട് ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഞാൻ വിചാരിച്ചതുപോലെ എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വരാൻ ഉസ്താദൊന്ന് ദുആ ചെയ്യണേ, നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എന്നവിടുന്ന് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇത് എങ്ങനെയാ പറയുന്നത്? ഇന്നുണ്ടല്ലോ അവിടെ റബ്ബേ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഉമ്മയുണ്ടല്ലോ, ആ പൊന്നുമോന്റെ ആ സഹോദരന്റെ വീട്ടിലാണുള്ളത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഉമ്മ പോന്നല്ലോ, എനിക്ക് സന്തോഷമായി ഉസ്താദ്, എനിക്ക് സന്തോഷമായി ഉസ്താദ്. എന്റെ ഉമ്മ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഇന്ന് എന്റെ ഉമ്മ അവിടെ കിടക്കുന്നത് കാണുമ്പോ റബ്ബേ വല്ലാത്ത സന്തോഷമാ ഉസ്താദ്, വല്ലാത്ത ആനന്ദമാ ഉസ്താദ് എന്നവിടുന്ന് സന്തോഷത്തോടെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ റബ്ബേ ഉമ്മയോടുള്ള സ്നേഹമാണടാ, വാപ്പയോടുള്ള സ്നേഹമാണടാ. ഇതാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടത്. നമ്മുടെ വിഷമഘട്ടത്തില് നമ്മുടെ കൂടെ നിന്നവരല്ലേ നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, നമുക്കൊരു വിഷമം വരുമ്പോ നമ്മുടെ ബാപ്പയും ഉമ്മയും അല്ലാതെ ആരാ നമ്മുടെ കൂടെയുള്ള
ഉള്ളത്. നമ്മുടെ ഭാര്യയും മാറ്റി നിർത്തപ്പെടും. നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ ചെയ്യണ്ടെന്ന് നമ്മുടെ ഭാര്യ ചോദിക്കും. നമ്മുടെ പ്രിയപ്പെട്ട റബ്ബേ മക്കള് പറയുമല്ലോ, പാപ്പാ അങ്ങനെ വേണം നിങ്ങൾക്ക്, അന്ന് നിങ്ങളോട് ഉമ്മത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും നമ്മുടെ അല്ലാഹുവേ വല്ലാതെ പ്രയാസത്തിൽ നിൽക്കുമ്പോ നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കാൻ എന്റെ പ്രിയമുള്ളവരെ ആരാകുണ്ടാകുകയെന്നറിയോ? നമ്മുടെ ബാപ്പയുണ്ടോ, നമ്മുടെ ഉമ്മയുണ്ടോ? അവരുണ്ടെങ്കിൽ ചോദിക്കും, എന്റെ കുട്ടിക്ക് എന്ത് പറ്റി അല്ലാ, അവന്റെ വിഷമങ്ങളൊന്ന് മാറ്റിക്കൊടുക്കൂ. നമ്മളെ കാണുമ്പോ നമ്മളെ കൈ പിടിച്ചിട്ട് പൊട്ടിക്കരയുമെടാ റബ്ബേ. ഇന്ന് നമ്മള് അന്യ പെണ്ണിന്റെ ചുക്കും ചൂരും കണ്ടറിഞ്ഞിട്ട് നടക്കുമ്പോ, അവളുടെ സൗന്ദര്യത്തെ ആസ്വദിച്ചിട്ട് നടക്കുമ്പോ, റബ്ബേ പാതിരാ സമയം വരെ നമുക്ക് വേണ്ടിയിട്ട് വീട്ടിനകത്ത് കാത്തിരിക്കുകയാണെടാ നമ്മുടെ ഉമ്മ. ഭാര്യ കടന്നാലും മക്കള് കടന്നാലും ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തന്റെ പൊന്നുമോന് കടന്നു വരുന്നത് നോക്കാൻ, ആ പൊന്നുമോനൊന്ന് കടന്നു വരുന്നത് നോക്കാൻ. അവൻ ഭക്ഷണം കഴിച്ചോ, അവന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ റബ്ബേ നമ്മുടെ ഉമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാ, നമ്മുടെ ഉമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാ. ഇതാണടാ മാതാപിതാക്കളോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. വാപ്പ ഉറങ്ങിയിട്ടുണ്ടാകില്ല, ആ കടന്ന കടപ്പിൽ ചോദിക്കുമല്ലോ, അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്ക്, അവൻ വല്ലത് കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്ക്. ഇത് ബാപ്പ നമ്മളെ നോക്കിയിട്ട് പറയും, ആരാടാ ഇങ്ങനെ വേറെ നമ്മളോട് ചോദിക്ക, ആരാ നമ്മോട് വേറെ ഇങ്ങനെ ചോദിക്ക? ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ. ഈ സ്നേഹബന്ധം നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് പണം കൊടുത്താ റബ്ബേ നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ ഇങ്ങനത്തെ സ്നേഹബന്ധമില്ലല്ലോ. ഇത് വേറെ എവിടുന്നാ നമുക്ക് കിട്ടുക? നമ്മുടെ കൂട്ടുകാരുടെ അടുത്തുനിന്ന് കിട്ടുമോ? നമ്മുടെ ഭാര്യന്റെ അടുത്തുനിന്ന് കിട്ടുമോ? നമ്മുടെ മക്കളുടെ അടുത്തുനിന്ന് കിട്ടുമോ? ഇല്ലല്ലോ. ഇത് ലഭിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെയും ബാപ്പാന്റെയും തൊട്ടടുത്തുനിന്ന് കിട്ടുന്നതാണ്. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മയുണ്ട് റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ബാപ്പയുണ്ട് റബ്ബേ, ഞങ്ങളുടെ ബാപ്പമാരുണ്ട് റബ്ബേ. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ, വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ. നീരോഗിയായാൽ നൊമ്പരം അവർക്കുള്ളതാ, കൈത്തണ്ടിരിട്ടവരെന്തു താരാട്ടുന്നതാ. നമുക്കൊരു രോഗം വന്നാ, നമുക്കൊരു വിഷമം വന്നാ, അല്ലാ പടച്ച റബ്ബേ വല്ലാത്ത വേദനയാണല്ലോ അവർക്ക്. അവര് വന്നിട്ടിങ്ങനെ നോക്കും, എന്നിട്ട് ചോദിക്കുമല്ലോ, അല്ലാ പടച്ച റബ്ബേ പൊന്നുമോനെ നിനക്ക് വേദനിക്കുന്നുണ്ടോ, നിനക്ക് വിഷമമാകുന്നുണ്ടോ, നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കടന്നു വന്നിട്ട് ചോദിക്കുമല്ലോ. അല്ലാഹുവേ പാതിരാ സമയത്തോ എല്ലാവരും കടന്നിറങ്ങുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് റബ്ബേ പ്രിയപ്പെട്ട ഉമ്മ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇങ്ങനെ കരയുമ്പോ അല്ലാഹുവേ അവിടേക്ക് ശ്രദ്ധിച്ചിട്ട്, അവർക്ക് ഉറക്കം വിഷയമല്ല, അവർക്ക് രോഗമുണ്ടാകാം, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷേ അവർ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വേദനകള് അല്ലാഹുവേ അവരുടെ വേദനകളായിട്ട് ഏറ്റെടുത്തിട്ട് കൈത്തണ്ടയിരിട്ടിട്ട് താരാട്ടുകയാ. നിനക്കുള്ള പുഞ്ചിരി കണ്ടവർ രസിക്കുന്നതാ, ഒലിക്കുന്ന ചുണ്ടിൽ തന്നവർ മുത്തുന്നതാ. നമുക്ക് ലഭിക്കുന്ന പുഞ്ചിരിയുണ്ടല്ലോ, നമ്മുടെ മുഖത്ത് കാണുന്ന ഏറ്റവും വലിയ നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിയുണ്ടല്ലോ, എടാ അതവർക്ക് സന്തോഷമാണ്, അതവർക്ക് സമാധാനമാണ്. ആ പുഞ്ചിരി കണ്ടിട്ടോ അവരുടെ ജീവിതത്തിൽ അവര് സന്തോഷിക്കുമല്ലോ, അവര് സന്തോഷിക്കുമല്ലോ.
റബ്ബേ നമ്മുടെ ഒലിക്കുന്ന ചുണ്ടുണ്ടല്ലോ, ഒരു കൊച്ചുകുട്ടിയുടെ ചുണ്ടെന്ന് പറഞ്ഞാൽ, അവരുടെ വാഴയെന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നമുക്കറിയാമല്ലോ അതവർക്കൊരു പ്രശ്നമല്ല. അവരുടെ വായിൽ നിന്ന് ഒലിക്കുന്ന ഉമിനീരാകട്ടെ എന്താകട്ടെ റബ്ബേ നമ്മുടെ ചുണ്ടിനൊരു മുത്തം തരുമല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ. അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ, നീ എത്ര കാലം അതിൽ കിടന്ന് സുഖിച്ചതാ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ കിടക്കുകയാണ്. റബ്ബേ നമ്മൾ പോയിട്ട് ഉമ്മാന്റെ നെഞ്ചകത്തി എത്ര കടന്നിട്ടുണ്ട് മോനെ, പാപ്പാന്റെ നെഞ്ചകത്തി എത്ര കടന്നിട്ടുണ്ടടാ. ആ ഉമ്മാന്റെയും പാപ്പാന്റെയും നെഞ്ചത്തുനിന്ന് തലവെച്ചിട്ട് കിടക്കുമ്പോ അതിന്റെ വല്ലാത്ത സുഖമുണ്ടല്ലോ, അതിന്റെ വല്ലാത്തൊരു രസമുണ്ടല്ലോ. ഈ രസം നമുക്ക് എവിടെ നിന്ന് കിട്ടുവടാ? അവിടെ കിടന്നിട്ട് എത്രയോ നമ്മൾ സുഖിച്ചുറങ്ങിയിട്ടുണ്ടല്ലോ. ആ ഉമ്മാന്റെ നെഞ്ചിൽ കിടന്നിട്ട് പാപ്പാന്റെ നെഞ്ചിൽ കിടന്നിട്ട് എത്ര നമ്മൾ സുഖിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. കാണേണ്ട സമയം തെറ്റിയാൻ ക്ഷമയറ്റതാ, അബിസില്ലവർപ്പെട്ടപ്പോൾ തോന്നുന്നതാ. റബ്ബേ ഇന്ന് നമ്മുടെ മക്കളായ നമ്മള് മക്കള് റബ്ബേ വീട് വിട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹ് സ്കൂളിലേക്കൊന്ന് പോകുമ്പോ മദ്രസയിലേക്കൊന്ന് പോകുമ്പോ റബ്ബേ ഒരു സമയമെങ്ങാനും ഒന്ന് തെറ്റിയാൽ നമ്മുടെ ഉമ്മ വിളിക്കുകയാ, പൊന്നുമോനെ നീ എവിടെയാണ്? സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നും വരുന്ന സമയത്ത് കാണുന്നില്ലെങ്കിൽ വാപ്പ ചോദിക്കുമല്ലോ, അവൾ വന്നില്ലേ, അവൻ വന്നില്ലേ? ഇന്ന് ആര് ചോദിക്കും മോനെ? പാപ്പയും ഉമ്മയും ചോദിക്കുമല്ലോ. ആ സമയമൊന്ന് തെറ്റിയാൽ ഉമ്മാക്കൊരു പാച്ചിലാണടാ, ഒരു സമാധാനമില്ല. എന്റെ പൊന്നുമോളെവിടെ, എന്റെ പൊന്നുമോനെവിടെ എന്ന് ചോദിച്ചിട്ട് വല്ലാതെ അലയുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. റബ്ബേ പിന്നെ സമാധാനം കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഒന്ന് നേരിട്ട് കാണുമ്പോഴാണല്ലോ ഉമ്മ, എന്ന് നേരിട്ട് കാണുമ്പോഴാണല്ലോ വാപ്പാ. അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിച്ചതാ, വിശപ്പെത്രയോ സഹിച്ചിട്ട് നിന്നെ നിറച്ചതാ. തന്റെ പ്രിയപ്പെട്ട പാപ്പയും ഉമ്മയും ഉണ്ടല്ലോ, എത്രയോ രാത്രിയാണടാ നമുക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചത്. നമുക്ക് പനിയാണ്, നമുക്ക് തലവേദനയാണ്, നമുക്ക് ചുമയാണ്, നമുക്ക് കരച്ചിലാണ്. ചെറുപ്പത്തിൽ മക്കളൊക്കെ നമുക്കറിയാമല്ലോ എപ്പോഴാ ഉറങ്ങാറുള്ളത്, എപ്പോഴാ ഉറങ്ങാറുള്ളത്. റബ്ബേ കരഞ്ഞ് കരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന എത്രയോ മക്കളുണ്ട്. ഉമ്മയുണ്ടല്ലോ, പാപ്പയുണ്ടല്ലോ, അവരുറങ്ങിയിട്ടുണ്ടാകില്ല. അല്ലാഹുവേ നമ്മളിങ്ങനെ താലോലിച്ചിട്ട് പൊന്നുമോന് താരാട്ട് പാടിയിട്ട് മോനെ നീ ഒന്ന് ഉറങ്ങടാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് താരാട്ട് പാടിയിട്ട് എന്ന് സന്തോഷിപ്പിച്ചിട്ട് റബ്ബേ നമ്മുടെ ഉമ്മ ഇങ്ങനെ നടക്കുമല്ലോ, നമ്മുടെ പാപ്പ ഇങ്ങനെ നടക്കുമല്ലോ. അല്ലാഹുവേ ആരെയാണടാ ഇതിന് നമുക്ക് ലഭിക്കുക? ഇത് ഉമ്മാന്റെ സ്നേഹമാണ്, ഇത് വാപ്പാന്റെ സ്നേഹമാ. നമുക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചിരുന്ന എത്രയോ രാത്രികളുടെ കഥ നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും പറയാനുണ്ടല്ലോ. നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണത്തില് റബ്ബേ അവർക്കില്ലെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് അവർ ഭക്ഷണം മാറ്റി വെച്ചിട്ട് അവര് പട്ടിണി കിടന്ന എത്രയോ അവസരങ്ങളോ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും പറയാനുണ്ട്. അതുകൊണ്ട് വിഷമിപ്പിക്കരുത്, അവരെ ഒരിക്കലും തന്നെ വേദനിപ്പിക്കരുത്. നമ്മുടെ കാരണത്താൽ അവരുടെ ജീവിതത്തില് റബ്ബേ അവർ വേദന അനുഭവിച്ചാൽ ജീവിതം തീർന്നു മോനെ, ജീവിതം തീർന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പഠിപ്പിക്കുക, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്മ ചെയ്ത, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടിയിട്ട് നന്മ ചെയ്ത എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് തരും. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും നമ്മൾ ഖിദ്മത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് തരും. എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകും. മാത്രമല്ല നമ്മുടെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഉത്തരം തരും. പിന്നെയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിന്റെ പ്രിയപ്പെട്ട വാപ്പയെയും ഉമ്മയും നീ എത്രത്തോളം സ്നേഹിച്ചോ, എത്രത്തോളം നീ അംഗീകരിച്ചോ, അതുപോലെയാണടാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും നിന്റെ പ്രിയപ്പെട്ട മക്കള് നിനക്ക് വേണ്ടിയിട്ട് നിന്റെ മുമ്പിൽ നീ സ്നേഹിച്ചതുപോലെ അവരും നിന്നെ സ്നേഹിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. നാലാമതായിട്ട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തരും. നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത ഒരുപാട് തെറ്റുകൾ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരും. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ അംഗീകരിക്കുമെടാ. നിന്റെ ഉമ്മാന്റെയും ബാപ്പാന്റെയും സ്നേഹം നിനക്കുണ്ടെങ്കിൽ, നീ അവരെ സ്നേഹിച്ചിട്ട് നിനക്ക് അവരുടെ സ്നേഹം പിൻപറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ അംഗീകരിക്കുമെന്ന് അള്ളാഹിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വീട് വിട്ടിറങ്ങിയ, നമ്മൾ എങ്ങോട്ടൊന്ന് ജോലി സ്ഥലത്തേക്ക് വരുമ്പോ അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയിട്ട് പോകുമ്പോ, എൻ്റെ പ്രിയമുള്ളവരെ, ഉമ്മാക്കും ബാപ്പാക്കും എന്തൊരു വിഷമെന്നറിയോ? നമ്മൾ ലോങ് പോകുമ്പോ അവിടെ എത്തിയാ മോനെ നീ ഒന്ന് വിളിക്കണട്ടോ. വിദേശത്തേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോകാം, നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പയും ഉമ്മയും എന്താ പറയാ, മോനെ അവിടെ എത്തിയാ നീ എന്നെ ഒന്ന് വിളിക്കണട്ടോ, നീ ഒന്ന് വിളിക്കണേ, അറിയിക്കണേ. എന്തുകൊണ്ടാടാ? അവർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാ, അവർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാ. എൻ്റെ പ്രിയമുള്ളവർ, ഇന്ന് ചില മക്കളുണ്ട്, അവർക്ക് തോന്നിയത് പോലെയാണ് അവർ സഞ്ചരിക്കുന്നത്, അവർക്ക് തോന്നിയത് പോലെയാ അവർ നടക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, വാപ്പാനെ അറിയിക്കില്ല, വരുന്നതും പോകുന്നതും ഉമ്മ അറിയില്ല. പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോഴാ അവർ വീട്ടിലേക്ക് കടന്നു വരിക. വാപ്പാക്കറിയില്ല അവൻ എപ്പോഴാ വരുന്നത്, ഉമ്മാക്കറിയില്ല അവൻ എപ്പോഴാ വരുന്നത്. വിളിച്ചിട്ട് പറയും, ഞാൻ കുറച്ച് വൈകും, കുറ്റി തുറന്നിട്ടേക്ക് വാതിലടക്കണ്ട, എന്തെന്നും പറയില്ല, ഫോണ് കട്ട് ചെയ്തു. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ വാപ്പമാരും ഉമ്മമാരും എൻ്റെ മകനൊന്ന് നന്നാകാൻ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ ഒന്ന് ദുആ ചെയ്യണമെന്ന് പറയുന്ന എത്ര ഉമ്മമാരുണ്ടെന്നറിയോ, എത്ര വാപ്പമാരുണ്ടെന്നറിയോ? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എവിടെ പോകുകയാണെങ്കിലും പാതിരാ സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൂടെ നമ്മൾ പോകുമ്പോഴും നമ്മുടെ ഉമ്മയോടും ബാപ്പയോടും പറയാത്തൊരു ബന്ധത്തിലേക്ക് നമ്മൾ പോകരുത്. ഒരവസരം നമുക്ക് ഉണ്ടാകരുത്, നമ്മളങ്ങനെ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും സമാധാനം കിട്ടൂലടാ. ഇതെപ്പോഴാ മനസ്സിലാകുന്നറിയോ? ഇതൊക്കെ എപ്പോഴാ നമുക്ക് തിരിയുക? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് വലുതാവണം. നമ്മൾ വലുതായിട്ട് നമുക്ക് മക്കളുണ്ടാകണം, നമുക്ക് ഭാര്യയുണ്ടായി, നമുക്ക് മക്കളുണ്ടായി, അവരും ഇതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക. അന്നറിയും എൻ്റെ ഉമ്മ എത്രത്തോളം വേദനിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മ എത്രത്തോളം വേദനിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അന്ന് നമുക്ക് മനസ്സിലാകും. മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാ, എൻ്റെ പ്രിയമുള്ളവർ, ഒരു വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു പ്രിയപ്പെട്ട വാപ്പ, ആ വാപ്പാനെ മകൻ ഇങ്ങനെ വല്ലാതെ അടിക്കുന്നത് കണ്ടപ്പോൾ തങ്ങൾ പറയാ, എടാ നിന്റെ വാപ്പയല്ലേ, ഒരു വൃദ്ധനല്ലേ, എന്തിനാണ് ഇങ്ങനെ അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ വരുമ്പോ വാപ്പ പറയാ, മോനെ അവനെ പിടിച്ചു മാറ്റരുത്, അവനെ ചീത്ത പറയരുത്. കാരണം എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ വാപ്പയെ ഞാൻ അടിച്ചിട്ടുണ്ട്, അതിന് പടച്ചുറപ്പി എനിക്ക് തരുന്ന ശിക്ഷയാണിത്, ഇതുകൊണ്ട് അവനൊന്നും പറയല്ലേ എന്ന് എൻ്റെ പ്രിയമുള്ളവരെ, ആ വാപ്പ മഹാനായ തങ്ങളോട് അവിടെ നിന്ന് പറയാം. എൻ്റെ പ്രിയമുള്ളവർ, ഈ കഥയിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാകുന്നത്? നമ്മൾ എന്താണോ തൻ്റെ പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ കൊടുത്തത്, നമ്മൾ സ്നേഹം കൊടുത്തോ, നമ്മൾ ആക്രമിച്ചോ, എൻ്റെ പ്രിയമുള്ള എന്താണോ നമ്മൾ കൊടുത്തത് അത് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ മക്കളിൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നമുക്ക് തോന്നും നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന്, അല്ലേ? നമുക്ക് തോന്നും സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ ഒന്നാം നമ്പർ സ്നേഹത്തിന്റെ ഉടമയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മൾ പറയുന്നത് പോലും എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വാപ്പയും ഉമ്മയും ചെയ്തു തന്നതിന്റെ ഒരു ഭാഗം പോലും എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും.
അങ്ങനെയാണടാ അവര് ഉമ്മ പ്രസവിച്ചത്, നമ്മുടെ ബാപ്പയും ഉമ്മയും നമ്മളെ സംരക്ഷിച്ചത്. ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കിയാ അത് നമ്മൾ എത്ര നന്മകൾ ചെയ്താലും ആ ബാപ്പയും ഉമ്മയും ചെയ്തതിന്റെ ഒരു കാല് ഭാഗം പോലും എത്തില്ല എന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. ജീവിതത്തിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാവരും ശ്രമിക്കുക.